Assalamualaikum. Welcome back to my channel. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ക്ലാസ്സും മറ്റു കാര്യങ്ങളും പിന്നെ കുറേ ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടികളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസാണ്. നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ നമ്മൾ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തേക്ക് എടുക്കാൻ ബാബിക്കും താത്താക്കും എടുക്കാനുള്ള സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് പോലെ തന്നെ ഫുഡിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാരി നോക്കി തുടങ്ങിയായിരുന്നു. ഒരു ഉച്ചക്കായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ജയലക്ഷ്മിയിലാണ് ആദ്യം നോക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങുന്നത് തന്നെ കല്യാണ സാരിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ. കാരണം അതിനിടയ്ക്ക് എനിക്ക് സെം എക്സാമൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലും പോകും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്കും പോകാം. കല്യാണത്തിൻ്റെ ആ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാരിയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ അത് തന്നെ ആദ്യം നോക്കി തുടങ്ങാൻ വിചാരിച്ച്. പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. താത്താക്ക് ഡാർക്ക് കളേഴ്സിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ സാരിയിൽ ഇങ്ങനെ ഇതേപോലെ ഫുൾ ബോർഡറും പ്രിൻറ്റും വരുന്നതിനോട് ബാബിക്കും താത്താക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിൽ കുറേ നോക്കി. അങ്ങനെ ഇഷ്ടമായത് ചിലത് മാറ്റി വെച്ചു. എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറിൽ ഇഷ്ടപ്പെട്ട പ്രിൻ്റില്ല, ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിൽ ഇഷ്ടപ്പെട്ട കളറില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അങ്ങനെ നോക്കി വെച്ചതിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒന്ന് രണ്ടെണ്ണം ഇതേപോലെ ട്രയൽ നോക്കി ജസ്റ്റ് ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എല്ലായിടത്തും നമ്മൾ പർച്ചേസിന് പോയാലുള്ള പോലെ തന്നെ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവുന്നത് പോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും കാണുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയാൽ കൊള്ളാം എന്നുള്ള രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ മറ്റാൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാറ്റിസ്ഫൈ എന്ന രീതിയിൽ കണ്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ വേറെ സെക്ഷനിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും കുറച്ച് കാണിച്ചു. അതൊന്നും ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തില്ല. കാരണം ഒന്ന് രണ്ട് സ്ഥലത്തുകൂടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെടുക്കാൻ വിചാരിച്ചു. ആദ്യം തന്നെ എടുപിടിയെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് അത് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് തോന്നരുതല്ലോ. അപ്പോൾ ഇനി ഒന്ന് രണ്ട് സ്ഥലത്തുകൂടി നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. കല്യാൺ കേന്ദ്രയിൽ വന്ന അവിടുന്ന് നമ്മൾ മുന്നേ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഉമ്മക്ക് അധികം സാരി എടുക്കാറ് ഇതേപോലെ തന്നെ കല്യാൺ കേന്ദ്രയിൽ നിന്നോ അല്ലെങ്കിൽ ജയലക്ഷ്മിയിൽ നിന്നോ ആവും. അങ്ങനെ ജയലക്ഷ്മിയിൽ നമുക്ക് അങ്ങനെ മാറ്റി വെച്ചു. എന്നാലും കംപ്ലീറ്റ്ലി അങ്ങോട്ട് സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തോടെ നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമ്പാരിറ്റീവ്ലി അവിടത്തേനേക്കാളും കളക്ഷൻസ് എല്ലാ പ്രൈസിലും എല്ലാ രീതിക്കും പറ്റിയ കളക്ഷൻസ് കണ്ടു. നമ്മൾ ഏതൊരു കല്യാണത്തിൻ്റെയും ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞത് ഇതാ ഈ പ്രിപ്പറേഷൻസിനും ഈ ഡ്രസ്സ് എടുക്കലും ഒരുക്കങ്ങളും ആ തിരക്കും സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയ അവസ്ഥയാണ്. പ്രിപ്പറേഷൻസ് അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും. ആ കല്യാണ ദിവസത്തേക്കാൾ എല്ലാത്തേക്കാൾ നമുക്ക് രസം ആ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാവും. അങ്ങനെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ളത് ആ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ്. ബാബയും ഉമ്മയും ഉപ്പയും താത്തയും ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള പർച്ചേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ വന്നിട്ടും ഒരുപാട് സാരികൾ നമുക്ക് അവിടത്തേനേക്കാളും ഇഷ്ടമായിട്ട് എന്നിട്ട് കുറേ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ വിഷ്വൽസ് കാണിച്ച് പോയാലൊരു വയലറ്റ് സാരി ബാബി എടുത്ത് കണ്ടില്ലേ, ആ സാരിയാണ് ബാബിക്ക് വേണ്ടിയിട്ട് നമ്മൾ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള സാരിയാണ് താത്ത എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന വയലറ്റ് സാരിയാണ് ബാബി കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വയലറ്റ്. എന്തൊരു അങ്ങനത്തെ വയലറ്റിൻ്റെ ഒരു ഷെയ്ഡിൽപ്പെട്ട ഒരു കളർ, എന്താ കളറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് ഈ സാരിയാണ് ബാബിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഒരു ഉദ്ദേശിച്ച പോലെ തന്നെ ഡാർക്ക് കളറിലും അതുപോലെ തന്നെ ഓവർ ഇതില്ലാതെ ഇത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിട്ട് ഒരു ബ്രൈഡൽ സാരി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കാരണം ഓവറായിട്ടുള്ള പ്രിൻറ്റും സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ആ ദിവസത്തേക്കും പറ്റിയ റയർ കളേഴ്സോ എല്ലാവരും ചൂസ് ചെയ്യുന്നതിനും ഡിഫറെൻറ്റ് കളറായിട്ടും ചൂസ് ചെയ്യാൻ പറ്റി. ഇതാണ് താത്താക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ഫിക്സ് ചെയ്തു. എല്ലാവർക്കും എടുത്തിട്ട് അവർക്കും ഇഷ്ടമായി, കണ്ടിട്ട് ഞങ്ങൾക്കും ഇഷ്ടമായി. അപ്പോൾ അത് ഫിക്സ് ചെയ്തു. ആ രണ്ട് സാരി നമ്മൾ നോക്കി. പിന്നെ ഇത് താത്ത റിസപ്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളെ എന്താ പറയുക പാർട്ടി വെയർ സാരി ഒന്ന് നോക്കുമായിരുന്നു. ട്രയൽ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ, നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ അവിടുന്ന് നല്ല സാരി കണ്ട് ഇഷ്ടമായപ്പോൾ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ.
അത് കഴിഞ്ഞ് നമ്മൾ സംഗീത് നൈറ്റിന് ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ താത്താക്ക് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാർട്ടി വെയർ സെക്ഷനിലോട്ട് പോയി. അത് ജസ്റ്റ് നമ്മൾ കളക്ഷൻസ് എല്ലാം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അതിപ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കേണ്ട വിചാരിച്ചു. കാരണം തിരൂരും അതുപോലെ കോട്ടക്കലും എല്ലായിടത്തും നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വിചാരിച്ച്. കാരണം നമ്മൾ ഇനി ഇറങ്ങുമല്ലോ, ഫസ്റ്റ് ഡേയിലായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ദിവസങ്ങൾ ഞങ്ങൾ ഒരു മാസം മുന്നേറ്റ് 1.5 മാസം മുന്നേ പോയതായിരുന്നു. അപ്പോൾ ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ, അത് ആ സമയം നമ്മൾ ഇനി നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഉമ്മാക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മാക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് ബോർഡർ വരുന്നതും സാരി ബോർഡർ അങ്ങനെ വരുന്നത് വേണമെന്ന് ഭയങ്കര എന്തൊക്കെയോ പ്രിഫറൻസസൊക്കെ താത്താനേക്കാളും ബാബിനേക്കാളും കൂടുതൽ പ്രിഫറൻസസ് ആയിട്ട് വന്നിട്ട് മൈൻഡ് സെറ്റ് ചെയ്ത് വന്നതായിരുന്നു ഉമ്മ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ തന്ന് ഉമ്മാൻ്റെ ട്രയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മ ഓരോന്നെടുക്കും, ഞങ്ങളെല്ലാവരും ചടപ്പിച്ചുകൊണ്ടിരിക്കും. ആ കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലായ്പ്പോഴും റയർ പിടിക്കണം എന്ന് ഒരു മൈൻഡ് സെറ്റുള്ള ആളായതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എടുത്തതിൽ ഞങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കളറും ഇല്ലാത്തതും ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുമ്പോൾ കുറേ തിരഞ്ഞ് ലാസ്റ്റ് അതൊന്നും രസമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചടപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ആ 2 സാരി നമ്മളെടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ചെറിയ സ്വീറ്റ്സിൻ്റെ ബോക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാൻ ലെങ്തി വീഡിയോസ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.